ഡിയർ സ്റ്റുഡൻസ്, നാഷണൽ ഇൻകത്തിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് ഡിപ്രീസിയേഷൻ പറഞ്ഞു വെച്ചു ഇല്ലേ? അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് വരുന്ന എക്സാമിന്, ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ഇപ്പോൾ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ആണ്. എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് സ്റ്റോക്കും ഫ്ലോവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഈ ടോപ്പിക്കിലേക്ക് പോവാം. എന്താണ് ഒരു വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തിങ് ദാറ്റ് അണ്ടർഗോസ് ചേഞ്ചസ് ഇസ് നോൺ ആസ് എ വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് classified into two categories. One is stock and other is the flow. അപ്പോൾ സ്റ്റോക്ക് എന്താണ്, ഫ്ലോ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോണത്. സോ ഓൺ ദ ബേസിസ് ഓഫ് മെഷർമെൻറ്റ്, വേരിയബിൾസ് ആർ ക്ലാസിഫൈഡ് ഇൻടു സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. വാട്ട് ഈസ് എ സ്റ്റോക്ക്? സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വേരിയബിൾ that is measured at a point of time. ഒരു നിമിഷം, ഈ സമയത്ത് ഇപ്പോൾ മെഷർ ചെയ്യുന്ന ആ പോയിൻ്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യുന്ന സംഭവത്തിനെയാണ് എന്ത്, വേരിയബിളിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ വാട്ട് ഈസ് ഫ്ലോ? Flow is a variable that is measured at a period of time. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിളിനെയാണ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ ഈ നിമിഷം കയ്യിലുള്ള പൈസ, ചില്ലറ പൈസ, ദാറ്റ് ഈസ് എ സ്റ്റോക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസ, ഇറ്റ് ഈസ് എ സ്റ്റോക്ക്. ഈ കൈപ്പിടിയിലുള്ളത് ഇറ്റ് ഈസ് എ സ്റ്റോക്ക്. ഓക്കെ, ഫ്ലോ എന്ന് പറഞ്ഞാലോ, നമ്മളിപ്പോൾ ഒരു പൈപ്പ് തുറന്നു വയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എത്ര നേരമാണോ നമ്മൾ പൈപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നത് അത്രയും സമയം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഫ്ലോ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഒരു ടാങ്കിൽ ഈ മൊമെൻറ്റിൽ, ഈ പീരിയഡിൽ, ഈ ടൈമിൽ ഉള്ള വെള്ളം ഇറ്റ് ഈസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഒരു റിവറിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന വെള്ളം ഇറ്റ് ഈസ് എ ഫ്ലോ കോൺസെപ്റ്റ്. ഓക്കെ, ഒരു ലേക്കിലുള്ള വെള്ളം ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ക്ലിയർ? അപ്പോൾ ഇതാണ് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. എ സ്റ്റോക്ക് ഇസ് എ സ്റ്റാറ്റിക് കൺസെപ്റ്റ്. ദർ ഇസ് നോ ടൈം ഡയമെൻഷൻ. While flow is a dynamic concept, it has time dimension. Okay, next one, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നാലോ. സ്റ്റോക്കിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. വാട്ടർ ഇൻ എ ടാങ്ക് ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. സപ്ലൈ ഓഫ് മണി ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. ബാങ്ക് ഡെപ്പോസിറ്റ് ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. ഫുഡ് ഗ്രെയിൻസ് ഇൻ FDI ഗോഡൗൺ ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. നമ്മളുടെ വീട്ടിൽ, നമ്മുടെ സ്റ്റോർ റൂമിൽ ഇപ്പോൾ ഉള്ള അരി ഇറ്റ് ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി അതേപോലെ ഫോറിൻ കറൻസി റിസർവ്സ് ഇറ്റ് ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ടോട്ടൽ ബോറോയിങ്സ് ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ക്യാപിറ്റൽ എക്സെട്രാ ആർ ദ സ്റ്റോക്ക് കോൺസെപ്റ്റ്സ്. ഇനി അതേപോലെ വെൽത്ത് ഇസ് എ സ്റ്റോക്ക് കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഫ്ലോ ഏതൊക്കെയാണ്? സ്പീഡ് ഇസ് എ ഫ്ലോ കോൺസെപ്റ്റ് അല്ലേ? ഇമ്പോർട്ട്, എക്സ്പോർട്ട്, നാഷണൽ ഇൻകം, വാട്ടർ ഇൻ എ റിവർ എക്സെട്രാ ആർ ദ ഫ്ലോ കോൺസെപ്റ്റ്. അപ്പം നമുക്ക് എക്സാമിന് ചോദിക്കുക എങ്ങനെയാ വെച്ചാൽ, വേരിയബിൾസ് തന്നിട്ട് ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം, ഗിവ് ദം അപ്രോപ്രിയേറ്റ് ഹെഡിങ്സ് എന്ന് ചോദിക്കും. എന്നിട്ട് അത് ഓരോ ഹെഡിങ്സിൻ്റെ അണ്ടറിലും എഴുതാനായിട്ടായിരിക്കും നമ്മൾക്ക്, ക്ലാസിഫൈ ചെയ്യാനായിട്ടായിരിക്കും നമ്മൾക്ക് ചോദിക്കാറ്. സ്റ്റോക്കായിട്ടും ഫ്ലോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒന്ന് ചെയ്തു നോക്കിയാലോ. ഓക്കെ, എന്നാൽ എഴുതിക്കോളൂ. Classify the following variables under the heads of stock and flow.
രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക പേപ്പറിനെ, നോട്ട്ബുക്ക്. എന്നിട്ട് ഒരു കള്ളിയിൽ സ്റ്റോക്ക് എന്ന് എഴുതുക, അടുത്തതിൽ ഫ്ലോ എന്ന് എഴുതാം. വാട്ടർ ഇൻ എ ടാങ്ക് നിങ്ങൾക്കറിയാം, എഴുതിക്കോളൂ, വേഗം എഴുതുക. ഇനി വാട്ടർ ദറ്റ് ഫ്ലോസ് ത്രൂ എ ടാപ്പ് അറിയാം. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ ഇൻ എ ലേക്ക് അറിയാം. വാട്ടർ ഇൻ എ റിവർ അറിയാം. വെൽത്ത് അറിയില്ലേ? ഇൻകം അറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ സപ്ലൈ ഓഫ് മണി. ഇത് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യൂ. ഇനി ഇതേപോലെയുള്ള കുറേ കൺസെപ്റ്റുകളും എക്കണോമിക് കൺസെപ്റ്റുകളും നിങ്ങൾ എടുത്തിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കൂ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ ആയിട്ട് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ഇസ് എ variable that is measured at a point of time and flow is a variable that is measured at a period of time. മനസ്സിലായല്ലോ? ഇനി മനസ്സിലാവാനായിട്ടൊന്നുമില്ല, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പാർട്ടിലേക്ക് നമ്മൾക്ക് പോവാം. നെക്സ്റ്റ് വൺ ഇസ് ഇൻവെൻറ്ററി. എന്താണ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് that a firm is not able to sell is called an inventory. അതായത് ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഫേമിന് ആ വർഷം അല്ലെങ്കിൽ ആ സമയത്ത് വിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇൻവെൻറ്ററി. ഓക്കെ, എക്സാമ്പിൾ പറയൂ. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻവെൻറ്ററി. സ്റ്റോക്ക് ഓഫ് semi-finished goods is an example of inventory. Stock of unsold finished goods is an example of inventory. So those things that is carried from one year to the next year is called an inventory. ഒരു നമ്മളുടെ ഫേമിലുള്ള സാധനങ്ങൾ ഒരു ഈ വർഷത്തിൽ നിന്നും അടുത്ത വർഷത്തിലേക്ക് മാറ്റിവെക്കപ്പെടുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഇൻവെൻറ്ററി നമ്മൾ സ്റ്റോക്കും ഫ്ലോയും പഠിച്ചു ഇല്ലേ? ഇൻവെൻറ്ററി ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. അപ്പോൾ ഇൻവെൻറ്ററി എന്ത് കൺസെപ്റ്റാണ്? ഇൻവെൻറ്ററി ഇസ് എ സ്റ്റോക്ക് കൺസെപ്റ്റ്. This inventory may accumulate. Accumulate എന്ന് പറഞ്ഞാൽ അറിയില്ലേ? Or decumulate. ഓക്കെ, ഇൻവെൻറ്ററി അക്യുമുലേറ്റും അതേപോലെ ഡീക്യുമുലേറ്റും ചെയ്യും. ഓക്കെ, ഇനി എന്താണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി? The value of the inventory at the end of the year is more than that of the beginning of the year. ഈ വർഷത്തിൻ്റെ അവസാനമുള്ള ഇൻവെൻറ്ററി തുടക്കമുള്ള ഇൻവെൻറ്ററിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി. ഓക്കെ, നമ്മൾ സ്ഥാപനത്തിൽ ഉള്ള റോ മെറ്റീരിയൽസും അതേപോലെ സെമി ഫിനിഷ്ഡ് ഗുഡ്സും അതേപോലെ അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സും ഒക്കെ ഈ വർഷത്തിൻ്റെ തുടക്കമുള്ളതിനേക്കാൾ കൂടുതലാണ് വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ എന്നുണ്ടെങ്കിൽ അവയെ പറയുന്ന പേരാണ് എന്ത്? ഇരട്ടിച്ചില്ലേ? അതുകൊണ്ടാണ് അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയോ വാട്ട് ഈസ് മെൻ ബൈ decumulation of inventory? The value of the inventory at the end of the year is less than that of the beginning of the year, then it is called decumulation of inventory. ഒരു വർഷത്തിൻ്റെ അവസാനമുള്ള ഇൻവെൻറ്ററി, ദാറ്റ് ഈസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസ് ആൻഡ് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ. വർഷത്തിൻ്റെ തുടക്കത്തിലുള്ളതിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി. ഓക്കെ, ക്ലിയർ? അക്യുമുലേഷൻ ഓപ്പോസിറ്റ് എന്താണ്? ഡീക്യുമുലേഷൻ. അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂമ്പാരം കൂടിക്കിടക്കുക. ഡീക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവുക, ഒക്കെ വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററി. ഓക്കെ,
Clear? Accumulation opposite decumulation. Next one is changes in inventory. എന്താണ് ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററി? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യൂ. ചേഞ്ചസ് ഇൻ ഇൻവെൻറ്ററി എ ഇസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ ഇയർ ബ്രാക്കറ്റിൽ ക്യൂ, പ്രൊഡക്ഷൻ ഡ്യൂറിങ് എ ഇയർ ക്യൂ മൈനസ് സെയിൽസ് ഡ്യൂറിങ് എ ഇയർ വി. സോ എന്താണ് ചേഞ്ച് ഇൻ ഇൻവെൻറ്ററി? എ ഇസ് ഈക്വൽ ടു പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ minus sales during the year V. Okay, that is A is equal to Q minus V. Clear? Bike manufacturing company started production with a stock of 800 bikes. During the current year, the company manufactured 1,300 bikes, out of which it sold 1,200 bikes. Calculate question number 1. Change in the current year inventory. Change in the current year inventory. Okay. Question number 2. Find the inventory at the end of the current year. Okay, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാം? ചേഞ്ച് ഇൻ ദ കറണ്ട് ഇയർ ഇൻവെൻറ്ററി is equal to പ്രൊഡക്ഷൻ മൈനസ് സെയിൽസ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. is equal to 1,300 minus 1,200 is equal to 100 bikes. അപ്പോൾ അതാണ് ആദ്യത്തെ പോർഷൻ. ഇനി രണ്ടാമത്തത് ഇൻവെൻറ്ററി അറ്റ് ദ എൻഡ് ഓഫ് ദ കറണ്ട് ഇയർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ഇസ് ഈക്വൽ ടു ചേഞ്ചസ് ഇൻ ദ ഇൻവെൻറ്ററി ഇൻ ദ പ്രീവിയസ് ഇയർ പ്ലസ് ചേഞ്ചസ് ഇൻ ദ കറണ്ട് ഇയർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 800. അവിടെ ആദ്യം 800 ആണ്. 800 plus 100 is equal to 900. Okay, change in inventory is equal to closing stock minus opening stock. Okay, clear? അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്നതാണ്, പലപ്പോഴുമായിട്ട് ചോദിക്കാറുമുണ്ട്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് അൺപ്ലാൻഡ് ഇൻവെൻറ്ററീസ്. എന്താണ് പ്ലാൻഡ് ഇൻവെൻറ്ററീസ് എന്നും എന്താണ് അൺപ്ലാൻഡ് ഇൻവെൻറ്ററീസ് എന്നുമാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്ലാൻഡ് ഇൻവെൻറ്ററീസ്. The deliberate increase in the stock of the inventories is known as the planned inventories. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ന്യൂ ഇയർ വരികയാണ്, അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസൺസ് വരികയാണ്. ആ സമയത്ത് നമ്മൾ ഓരോ ഷോപ്പിലും അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ പ്രൊഡ്യൂസറും അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് പ്ലാൻഡ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ആണെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും നമുക്കറിയാം ദ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദ കേക്ക്സ് ഇൻക്രീസസ്. So as a result, the production of the cake in the field of the cake also increases. അപ്പോൾ കൂടുതലായിട്ട് ബേക്കറി ആളുകളൊക്കെ തന്നെയും ബേക്കേഴ്സൊക്കെ തന്നെയും കൂടുതലായിട്ട് കേക്ക്സ് ബേക്ക് ചെയ്ത് വെക്കുന്നു. ബിക്കോസ് ദ ഡിമാൻഡ് വിൽ ബി ഹൈ. സോ ഇങ്ങനെ ന്യൂ ഇയർ മുന്നിൽ കണ്ട് ക്രിസ്മസ് മുന്നിൽ കണ്ട് കേക്ക്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്ലാൻഡ് ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ദ സ്റ്റോക്ക് ഈസ് നോൺ ആസ് പ്ലാൻഡ് ഇൻവെൻറ്ററീസ്. ഓക്കെ, ക്ലിയർ? ഇനി രണ്ടാമത്തത് പ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻറ്ററീസ്. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ആളുകൾക്കൊക്കെ തന്നെയും കച്ചവടമൊന്നും ഇല്ലാണ്ടായി.
പ്രൊഡ്യൂസേഴ്സിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. സോ ദേ വേണമെന്ന് വെച്ചിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ദേ സ്റ്റോപ്ഡ് ദ പ്രൊഡക്ഷൻ. പല സാധനങ്ങളുടെയും പ്രൊഡക്ഷൻ ദേ സ്റ്റോപ്ഡ്. പല കമോഡിറ്റീസിൻ്റെയും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ കോവിഡ് ദ ഡിമാൻഡ് ഫോർ ദ കമോഡിറ്റീസ് ആർ ലെസ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കുറച്ചു. സോ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ, ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആക്ഷൻ ടു റിഡ്യൂസ് ദ സ്റ്റോക്ക് ഓഫ് ദ കമോഡിറ്റീസ്. ഇതിനെയാണ് പ്ലാൻഡ് ഡീക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തതായിട്ട് അൺപ്ലാൻഡ് അക്യുമുലേഷനും അൺപ്ലാൻഡ് ഡീക്യുമുലേഷനുമാണ് പറയാനുള്ളത്. ഓക്കെ, അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദ സ്റ്റോക്ക് ഇൻക്രീസ്ഡ്. അതായത് നമുക്കറിയാം കോവിഡ് കാലത്ത് നമുക്കറിയാം ഇറ്റ് വാസ് അറൗണ്ട് മാർച്ചിലായിരുന്നു നമ്മുടെ നാട്ടിൽ കോവിഡ് ആസ് എ റിസൾട്ട് ഓഫ് കോവിഡ് നമ്മൾ ആകെ ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചത്. അതിനുശേഷം നമുക്കറിയാം വിഷു വന്നു, റംസാൻ വന്നു, ഓണം വന്നു, ഇല്ലേ? ഈ കാലഘട്ടത്തിലൊന്നും തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ നമ്മളുടെ പർച്ചേസിങ് പവർ നമ്മൾ കുറച്ചു, അല്ലേ? പർച്ചേസ് ചെയ്യാത്ത ഒരു അവസ്ഥയായി. അപ്പോൾ കോവിഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് വിഷുവിനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് റംസാനെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പ്രൊഡ്യൂസേഴ്സ് കൂടുതലായിട്ട് അവരുടെ സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് ചെയ്യുന്ന സമയത്ത് ദേ വർ എക്സ്പെക്റ്റിംഗ് എ സെയിൽസ് ഡ്യൂറിങ് ദ ഫെസ്റ്റീവ് സീസൺ. പക്ഷേ കോവിഡ് ചതിച്ചു. ആസ് എ റിസൾട്ട് ഈ സാധനങ്ങളൊക്കെ തന്നെയും ഗോട്ട് അക്യുമുലേറ്റഡ്. ദാറ്റ് ഈസ് ദ അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത്. ഓക്കെ, അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ്, അവിടെയും തന്നെ കോവിഡാണ് താരം. ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് കോവിഡ് റിപ്പോർട്ട് ചെയ്തു. all of us started using mask and sanitizers, അല്ലേ? അതേപോലെ നമ്മൾ പലപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദ ഡിമാൻഡ് ഫോർ ദ മാസ്ക് ആൻഡ് സാനിറ്റൈസേഴ്സ് ഇൻക്രീസ്ഡ്. ആളുകളൊക്കെ തന്നെയും മെഡിക്കൽ ഷോപ്പിലേക്ക് മാസ്കും സാനിറ്റൈസേഴ്സും ചോദിച്ച് പോവാനായിട്ട് തുടങ്ങി. ദ ഡിമാൻഡ് ഇൻക്രീസ്. അപ്പോൾ എന്തുണ്ടായി? ഇറ്റ് വാസ് നോട്ട് ആൻ എക്സ്പെക്റ്റഡ് വൺ, ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, അല്ലേ? അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡ് ഇൻ മാസ്ക് ആൻഡ് സാനിറ്റൈസേഴ്സ്. There was an unexpected demand for mask and sanitizers as a result of COVID. അപ്പോൾ എന്തുണ്ടായി? ഓരോ കടകളിലും this sanitizers and mask got decumulated. ഇതിനെയാണ് അൺപ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ demand for mask and sanitizers increased. It is known as a result the stock got cleared. It is the unplanned decumulation of inventories. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററീസ് ഇങ്ങനെ സ്റ്റോക്ക് ഗെറ്റ് പൈൽഡ് അപ്പ്, അതിനെയാണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറയുന്നത്. ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കൊക്കെ തന്നെയും ക്ലിയർഡ് ആയിട്ട് പോവുകയാണ്, എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ച് ക്ലിയർ ആക്കി. അതിനെയാണ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസ്. അപ്പോൾ ഈ അക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസും ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻ്ററീസും പ്ലാൻഡ് ആയിട്ടുണ്ട്, അൺപ്ലാൻഡ് ആയിട്ടുണ്ട്. അത് രണ്ടും തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെയും ബൈ. സീ യു ഫ്രം മെൻറ്റർ കണക്ട്.